ഹായ്ടാ. അപ്പോൾ നമ്മളിന്ന് മീൻ പിടിക്കാൻ പോവുകയാണ്. അപ്പം മീൻ പിടിക്കാൻ പോകുന്നത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് റീൽസിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മുടെ പടനിലത്തുള്ള പള്ളിമുക്കം ക്ഷേത്രത്തിനടുത്തുള്ള താമരപ്പാടം. അപ്പോൾ ആ താമരപ്പാടം ഈയിടെയായിട്ട് കുറേ റീൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവരുടെ ഒഫീഷ്യൽ പേജായിട്ടുള്ള പടനിലം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്തിൻ്റെ പേജിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ കണ്ടിട്ട് ആദ്യം ഒന്ന് പോയായിരുന്നു. ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് നമ്മളിവിടെ എത്തുന്നത്. പക്ഷേ ആദ്യം വന്നതിനെക്കാട്ടും കുറച്ച് നമ്മുടെ താമരയൊക്കെ ഭയങ്കര കുറവായിരുന്നു കേട്ടോ. ആൾക്കാരൊക്കെ വരുന്നവരൊക്കെ ഒരുപാട് പിച്ചിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും. പക്ഷെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അങ്ങനെ രാഹുലേട്ടൻ മീൻ പിടിക്കാൻ വന്നിട്ട് പുള്ളിക്ക് ഒരു ചെറിയ കരിമീനെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അഹങ്കാരാമോഹത്ത് കാണാനുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ധന്യ അവിടെ ഹസ്ബൻഡും പിന്നെ അവിടെ ഒരു കുട്ടി സിസ്റ്ററും ഉണ്ടായിരുന്നു. അവളും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ കുറേ നേരം വൈബ് അടിച്ചൊക്കെ നിൽക്കാനായിട്ട് നിന്നു. ഞാൻ ചൂണ്ടയിടുന്ന ഏകദേശം അങ്ങ് നിർത്തി. കാരണം വെച്ചാൽ ഒന്നും കിട്ടുന്നില്ല. അത് കാരണം ഞാൻ നിർത്തിയിട്ട് ഞാനല്ലാതെ ഇങ്ങനെ വെറുതെ അവിടെ വായി നോക്കിയിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ കുളത്തിലൊക്കെ മീനൊക്കെ തീർന്നെന്ന് തോന്നും. പിന്നെ കുറച്ച് കള്ളത്തരം പിടിച്ച മീനാണ് കേട്ടോ. എത്ര ഇട്ട് കൊടുത്താലും അവർ പിടിക്കില്ല. അങ്ങനെ പിന്നെ നമ്മളിതാ ഇവിടെ നിന്ന് ഈ അമ്പലത്തിൻ്റെ ഇവിടെ നിന്ന് നമ്മളിനി നേരെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ കുടിക്കാനായിട്ട് നമ്മൾ ഒരുപാട് കടയും കാര്യം തപ്പി നടന്നിട്ട് വെട്ടിയാറൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും മഹാലക്ഷ്മി ടീ സ്റ്റാർ എന്ന് പറയുന്ന ഈ ഒരു കടയിലേക്കാണ് വന്നത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഭയങ്കര ഒരുപാട് കടികളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ പുള്ളി അവിടെ ഉഴുന്നുവട ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാനാണെങ്കിൽ പുള്ളിയോട് ചോദിച്ചു വീഡിയോ എടുത്തോടെന്ന് ചോദിച്ചപ്പോൾ പുള്ളി എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അവിടെ പിന്നെ ഒരുപാട് ബജ്ജിയും അതും ഇതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാനാണ് 2 മുളക് ബജ്ജിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാഹുലേട്ടൻ ഒരു ബോണ്ട എടുത്തു. അവർ പിന്നെ അവർക്കൊന്നും കഴിക്കാൻ വേണ്ടെന്ന് പറഞ്ഞു. അവർ ചായ മാത്രമേ കുടിച്ചുള്ളൂ. അപ്പോൾ കുട്ടിക്കാണെങ്കിൽ ഞങ്ങളൊരു പഴംപൊരിയും വാങ്ങിച്ചു കൊടുത്ത്. എന്നിട്ട് അവൾക്ക് ഒരു ബൂസ്റ്റും ആയിരുന്നു കേട്ടോ പറഞ്ഞത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവരെനിക്കൊന്ന് ഒരു തമിഴ് ഫാമിലി ആയിരുന്നു തോന്നുന്നു. അവർ സംസാരത്തിലൊക്കെ ഒരു തമിഴ് കലർന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഇട്ടേക്കുന്ന ഡ്രസ്സ് എന്ന് വെച്ചാൽ ഒരു ഫീഡിങ് കുർത്തിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് നമ്മുടെ ഏറ്റവും വലിയ ബലം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.